ഹലോ, അപ്പോഴേ നമ്മുടെ കടയിലേ 10 മണിക്ക് ഒരു ചേട്ടൻ ചായ കുടിക്കാൻ വരും. അപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഞായറാഴ്ച നിങ്ങൾക്ക് കുറച്ച് കടി ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ അസോസിയേഷൻ്റെ എന്തോ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടാ. ഞാൻ എന്ത് കടി ഉണ്ടാക്കണം ചേട്ടാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇഷ്ടമുള്ള കടി എന്തെങ്കിലും ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോഴേ പഴംപൊരിയുടെ വീഡിയോയും പരിപ്പുവടയുടെ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ സുഖിയൻ ഉണ്ടാക്കണം കാണിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഇന്നലെയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തതല്ലോ. അപ്പോൾ നമ്മുടെ അവിടെ ഒന്നരാടോ വെള്ളം വന്നത്. കടയിൽ മോട്ടർ അടിക്കാനായിട്ട് ഇന്നലെ ഞാൻ പോയ സമയത്ത് എന്ത് ചെയ്തു, 1 കിലോ പയറ് വെള്ളത്തിലേക്ക് കുതിരാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പട്ടിനെ കൊണ്ട് വല്ലാത്ത ശല്യം ഇപ്പോഴല്ലോ. അപ്പോൾ വൈകുന്നേരമല്ല നമുക്ക് ഓർഡർ ഉള്ളത്. ഞാനപ്പോൾ വൈകുന്നേരം വന്നിട്ട് വേഗം ഉണ്ടാക്കാൻ നോക്കണേ കേട്ടോ. കുക്കറിലേക്ക് നമ്മൾ ഈ വെള്ളത്തേപ്പാടെ അങ്ങോട്ട് വേവിക്കാനായിട്ട് ഇട്ട് കൊടുത്ത് ഇനി ലേശം ഉപ്പിടണം കേട്ടോ. അതിയോട് ഉപ്പിടരുത് കേട്ടോ, കാരണം എന്ന് വെച്ചാൽ ഇത് മധുരമുള്ള സാധനമല്ല ഉണ്ടാക്കണത്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ കുതിർത്തിയതായതുകൊണ്ടിട്ട് നമുക്ക് ഒരു വിസിൽ മതിയാവും കേട്ടോ ഇത് വെന്ത് കിട്ടാനായിട്ട്. ഞാനപ്പോൾ അടുപ്പിലേക്ക് വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാലോ, ഞാൻ നോക്കിക്കണ ആളല്ല, വെക്കം പണി തീർക്കണ ആളാണെന്ന്. അപ്പം ഞാനൊരു 3/4 കിലോ ശർക്കര ഉരുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അപ്പുറത്ത് അടപ്പുള്ളത് നന്നായല്ലോ, വെക്കം പണിയൊക്കെ തീർന്നോളൂ. ഇതിൻ്റെ ഇടയിൽ 5-6 ഏലക്ക കൊണ്ട് മിക്സിയിലിട്ടിട്ട് അടിക്കാൻ നോക്കിയിട്ട് ഈ സാധനം അടിയണില്ല. മിക്സി തന്നെ എന്നെ പ്രാഗം ഉണ്ടാവും. ഇവക്കൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ കുറച്ച് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് ഈ ഏലക്ക ഇട്ടിട്ട് പൊടിച്ചെടുക്കാൻ നോർത്ത്. ഇത് പൊടിക്കാൻ നോക്കിയപ്പോഴാണ് ഞാൻ ഓർത്ത് ഇതിൽ ജീരകം ഇടാൻ മറന്നല്ല. അങ്ങനെ ഒരു പിഞ്ച് ജീരകവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് ആരും പൊയ്ക്കളല്ലേ കേട്ടാ. അങ്ങനെ ഏലക്കയും ജീരകമൊക്കെ പൊടിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ ശർക്കര ഉരുക്കിയത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് കരിഞ്ഞു പോയാൽ പിന്നെ നമ്മുടെ സുഖിയൻ ഉണ്ടാക്കൽ അവിടെ തീർന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇളക്കി കൊടുത്ത് പിന്നെ മാവ് കൂട്ടാനായിട്ട് ഞാനൊരു 3 ഗ്ലാസ് മൈദ എണ്ണ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണത്. നമുക്കൊരു 70 സുഖിയനാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. പിന്നെ 5 കൂടി കൂട്ടി ഉണ്ടാക്കണം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. നമുക്കുണ്ടല്ലോ വായും വയറൊക്കെ ഇതുണ്ടാക്കി നമുക്കും കഴിക്കണ്ടേ. പിന്നെ ഒരു 1/2 ഗ്ലാസ് അപ്പത്തിൻ്റെ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാ. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് നമുക്കിത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടില്ലേ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നിച്ച് വെള്ളം കോരി വെച്ചിട്ടേ കലക്കിയെടുത്തിട്ട് ലാസ്റ്റ് വെള്ളം കൂടിയെന്നും പറഞ്ഞിട്ട് എന്നെ പറയാൻ നിൽക്കരുത്. അവിടെ നിൽക്ക്, എങ്ങനെയാണ് കുഴച്ചെടുക്കേണ്ടതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ മൈദപ്പൊടി ആയതുകൊണ്ടിട്ടേ കയ്യിൽ ഉരുണ്ട് കയറി കട്ട പിടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ കുറച്ച് ക്ഷമയോടുകൂടി വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അങ്ങനെ കുഴച്ച് നമ്മൾ ദോശമാവിൻ്റെ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കട്ട അങ്ങോട്ട് ഉടഞ്ഞങ്ങോട്ട് കിട്ടില്ല. കൈ കൊണ്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അടിച്ചടിച്ച് പതപ്പിച്ചാൽ മാത്രമേ നമ്മളുടെ മാവ് ശരിയായി കിട്ടുള്ളൂ. അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ മാവ് ഞാൻ മിക്സ് ചെയ്തതാ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോഴേ ഇതേപോലെ വിട്ട് പോരൂലേ, ആ ഒരു ഇതാവുമ്പോഴാണ് നമ്മൾ സുഖിയൻ ഉണ്ടാക്കണം മാവിൻ്റെ പരുവം. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഉപ്പ് നോക്കിയപ്പോഴാണ് ഉപ്പ് ലേശം കുറവാണ്. എന്നാൽ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാമെന്ന് ഓർത്ത് മാവും കലക്കി ഏലക്കയും ജീരകം അടിച്ച് വെച്ച് ശർക്കര ഉരുക്കിയിട്ടുണ്ട്. പയറിൻ്റെ അവസ്ഥ എന്താവുമെന്ന് അറിയില്ല. ഞാനപ്പോൾ ഒന്ന് പയറൊന്ന് തുറന്ന് നോക്കട്ടെ കേട്ടാ. അങ്ങനെ നമ്മൾ വിസിലൊക്കെ പോയതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒറ്റ വിസിലിൽ തന്നെ നമ്മുടെ പയർ വെന്തെന്നാണ് എൻ്റെ മനസ്സ് പറയണത്. അപ്പോൾ തുറന്ന് നോക്കിയപ്പോഴേ ശരിയാണ് കേട്ടോ, കറക്റ്റാണ്. മനസ്സ് പറഞ്ഞത് മനസ്സ് ചതിച്ചില്ല കേട്ടോ. അപ്പം ഞാനേ നോക്കുമ്പോഴേ ഇതേപോലെയാണ് നമുക്ക് പയർ കിട്ടേണ്ടത്. കണ്ട ചില പയറുകൾ ഇങ്ങനെ എന്താ പറയണത്, ഇതെനിക്ക് പറഞ്ഞിട്ട് മനസ്സിലാതെ കയ്യിലും കൊണ്ട് ഇതിങ്ങനെ കോരിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ കിട്ടണം പയർ കേട്ടോ, എന്നാലേ സുഖിയൻ റെഡി ആയി കിട്ടുള്ളൂ. ഒരു പിശുറ് പോലെ കിടക്കണ കണ്ട അതേപോലെ പയർ കിട്ടണം. അപ്പം ആദ്യം വെള്ളമൊന്നും വെക്കരുത് കേട്ടോ നമ്മൾ പയർ വേവിക്കാൻ നേരത്ത്. അഥവാ വെള്ളം കൂടുതലാണെങ്കിൽ ഒന്ന് വറ്റിച്ചെടുത്താലും മതി. ഒറ്റ വിസിലിൽ തന്നെ പയർ വെന്തും കിട്ടും കേട്ടോ. ഇനി നമുക്കേ ഉരുളിയിലോട്ട് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം, എന്നാൽ മാത്രമേ ഇതൊന്ന് വരട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉരുളിയിൽ ഞാൻ വെച്ചെടുത്തിട്ടില്ലേ ഈ ശർക്കരപ്പാനി ഒന്ന് അരിച്ചൊഴിക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെയല്ല കേട്ടോ, ഇപ്പോഴത്തെ ശർക്കരയൊക്കെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നണം. കാരണം ഞാൻ മേടിക്കുന്ന ശർക്കര ആയതുകൊണ്ടിട്ടാണോന്ന് അറിയില്ല, കല്ലും മണ്ണൊന്നും ഒട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പയറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാ. പയറിട്ട് കൊടുത്ത് എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്തപ്പോഴാണ് ഞാൻ ഓർക്കണത് കുറച്ച് തേങ്ങയും കൂടി ഇട്ടാൽ നന്നായിരിക്കുമെന്ന്. സാധാരണ ചായക്കടയിലൊന്നും തേങ്ങ ഇടാറൊന്നുമില്ല, പക്ഷേ ഒരു ടേസ്റ്റിന് വേണ്ടി തേങ്ങ ഇരിക്കട്ടേന്നേ, എന്നാലേ നമുക്ക് പിന്നെ ഓർഡർ കിട്ടുള്ളൂ. ടേസ്റ്റ് കൂട്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓർഡറുകൾ പിന്നെയും വന്നുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ പോളിസി. ഇതെല്ലാം എടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ശർക്കരപ്പാനി ഇച്ചിരി കൂടിപ്പോയോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, അതവിടെ ഇരുന്ന് വറ്റിച്ചങ്ങോട്ട് വരട്ടിയെടുത്ത് അപ്പോഴാണ് ഓർത്തത് ഇതിലേക്ക് ഏലക്കയും ജീരകമൊന്നും പൊടിച്ചിട്ടില്ലല്ലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ 4 മണിയായി, 5 മണിക്ക് സാധനം റെഡിയാക്കി കൊടുക്കണം. ഞാൻ നോക്കുമ്പോഴേ ഇനി പയറിൻ്റെ ചൂടൊക്കെ അറിഞ്ഞപ്പോഴാണ്, പിന്നെ ഒന്നും നോക്കിയില്ല.
വലിയ തകളുടെ താലം അങ്ങോട്ട് എടുത്ത് വെച്ച് എന്നിട്ട് നമുക്ക് ചൂടാറാനായിട്ട് അതിലേക്ക് കോരിയിട്ട് കൊടുത്തിട്ടാ. ചില സമയത്ത് പൊട്ടത്തരം കാണിക്കുള്ളൂ, ചെറിയ കയ്യിലും കൊണ്ട് കോരിയിടാൻ നോക്കി. പിന്നെ ഞാൻ ഓർത്ത് അതൊക്കെ മാറ്റി വെച്ചിട്ടേ വലിയൊരു പാത്രം എടുക്കുക, തേങ്ങ ചെറിയ പാത്രം ഇരിപ്പുണ്ടായിരുന്നു, അതും കൊണ്ട് അതിലേക്ക് കോരിയിട്ട് കൊടുത്തിട്ട് എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഇത് പയറില്ലേ തണുത്ത് കിട്ടുള്ളേ. അപ്പം ഞാൻ എന്ത് ചെയ്ത് അതിൻ്റെ സൈഡിൽ കൂടി ഞാൻ എന്ത് ചെയ്ത് തണുത്തത് ഉണ്ടുരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ ആയിട്ട് ഉണ്ടുരുട്ടി എടുക്കേണ്ടത്. ഫസ്റ്റ് തന്നെ മൊത്തത്തിലെല്ലാം ഉണ്ടുരുട്ടി വെക്കണമെങ്കിൽ പിന്നെ നമുക്കിത് പൊരിച്ചെടുക്കാൻ എളുപ്പമാണ്. മാവ് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഉരുട്ടിയ ശേഷമാണ് വറുത്തെടുക്കണത്. ഇടക്കിടക്ക് എൻ്റെ കയ്യുമ്പോൾ ഉണ്ട പിന്നെ ഒന്നും നോക്കിയില്ല, കാരണം എന്ന് വെച്ചാൽ സാധനം 5 മണിക്ക് കൊടുക്കണ്ടേ. അപ്പം നീ മൊത്തത്തിൽ ഉണ്ടുരുട്ടി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ 77 എണ്ണം ഉണ്ട് കേട്ടോ, 2 എണ്ണം കൂടുതലായി പിന്നെയും. അങ്ങനെ നേരത്തെ തന്നെ ഞാൻ എണ്ണ ചൂടാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ സുഖേനും മാവിൽ മുക്കിയതേ വെക്കം ഇട്ട് കൊടുക്കണ്ട കേട്ടോ, ഇങ്ങനെ ചെയ്യണ എളുപ്പമാണ് ഞാൻ നോക്കിയിട്ട്. അതേപോലെ തന്നെ വീട്ടിൽ പണിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന കുറേ പെണ്ണുങ്ങളുണ്ടാവും, അതായത് ഭർത്താക്കന്മാർ ജോലിക്ക് വിടാത്തതും അതേപോലെ സ്ഥിര വരുമാനം ഇല്ലാത്ത പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കടികളൊക്കെ ഉണ്ടാക്കി വീട്ടിലിരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വരുമാന മാർഗം ഉണ്ടാവും. ഇങ്ങനെ ചെയ്യാത്ത ആൾക്കാർ ചെയ്ത് നോക്കുക, നല്ല ലാഭവുമായിരിക്കുള്ളൂ കടികൾ ഉണ്ടാക്കി കൊടുത്താൽ. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ കടികൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ പറഞ്ഞ് മറ്റുള്ളവർ അറിഞ്ഞ് അത് ഓർഡറൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കേ. ഇപ്പതേ നമ്മളുടെ സുഖിയനില്ലേ ഇടക്കിടക്ക് ചെറിയൊരു കയ്യിൽ വെച്ചൊന്ന് വിടിച്ചു കൊടുക്കണം, മൊത്തത്തിൽ സയാമി സിരട്ടകളെ പോലെ പൊട്ടിക്കണായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോഴേ മൊത്തത്തിൽ ഊർന്ന് എണ്ണയിലോട്ട് പോയി മേത്തൊക്കെ തെറിക്കാനായിട്ട് ഇടയുണ്ട്. അങ്ങനെ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടതേ ഫ്രൈ ആക്കി നമ്മുടെ സുഖിയൻ എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ട്രിപ്പ് ദേ കോരിയിട്ട് ഇനി രണ്ടാമത്തതും കൂടി ഇട്ട് കൊടുക്കണ്ടേ. അതേപോലെ തന്നെ അടുത്തൊക്കെ ഉള്ള ആൾക്കാർ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ എന്തെങ്കിലും ഫുഡുകൾ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്നില്ലെങ്കിൽ മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുക, എന്നെ കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ കടയിലെ ഫുഡ് ഉണ്ടാക്കണത് കണ്ടിട്ട് കടയിൽ കഴിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ നമ്പറൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഓർഡർ ഉണ്ടെങ്കിൽ പറയാമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലാത്ത ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 77 സുഖിയൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 2 സുഖിയൻ ഉണ്ടാക്കുന്ന മാവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. കറക്റ്റ് മാവായിരുന്നിട്ട് ഞാൻ എടുത്തത്. അതേപോലെ ഒരു കാര്യം കൂടി പറയട്ടെ, സുഖിയൻ ഉണ്ടാക്കുമ്പോൾ ആ സുഖിയൻ്റെ തൊലിയില്ലേ നൈസായിട്ടിരിക്കണം കേട്ടോ. പയറ് പുറത്തേക്ക് ഇങ്ങനെ കാണത്തക്ക വിധത്തിലായിരിക്കണം സുഖിയൻ ഉണ്ടാക്കണം, എന്നാൽ മാത്രമേ സുഖിയൻ നന്നായെന്ന് നമുക്ക് തോന്നുകയുള്ളൂ. അല്ലാതെ തൊലിക്ക് കട്ടി ഉണ്ടെങ്കിൽ സുഖിയൻ റെഡി ആയിട്ടില്ല എന്നാണ്. അപ്പം നമ്മളുടെ മാവ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ രീതിയിൽ ആ ഒരു പരുവത്തിലെടുത്താൽ മാത്രമേ ആ ഒരു രീതിയിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്ര നേരം നമ്മുടെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടതിന് താങ്ക് യു.